ഈ ഒരു ഐറ്റം കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇതുപോലത്തെ ഒരു ഐറ്റം ഞാൻ ഇതിന് മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. കുറേ ചിന്തിച്ചപ്പോഴാണ് അത് എവിടെയെന്ന് ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ വയനാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരിക്കും. വീക്കെൻഡിലൊക്കെ നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് KSRTCയിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതിന് ഞാൻ കൽപ്പറ്റ സ്റ്റോപ്പിൽ തന്നെയായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് കയറുമ്പോൾ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പെൺകുട്ടി, ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു ക്രോപ്പ് ടോപ്പും അതുപോലെ ഒരു സ്കേർട്ടൊക്കെ ഇട്ടിട്ട് കയറി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ പെൺകുട്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കുട്ടി അണിഞ്ഞിട്ടുണ്ടായിരുന്ന ക്രോപ്പ് ടോപ്പിൻ്റെ ബാക്ക് വശം ഇതുപോലെയായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് കെട്ടി നല്ല ഭംഗിയിൽ അണിഞ്ഞ് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ പെണ്ണുങ്ങൾ എന്തായാലും നോക്കിപ്പോവും. അത്രയും ഭംഗിയായിട്ടായിരുന്നു അത് കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ തിരക്കൊക്കെ വന്നിട്ട് ഞാൻ കുറേ നേരമൊക്കെ അത് നോക്കി നിന്ന്. പിന്നെ തിരക്കൊക്കെ വന്നപ്പോൾ ഞാനങ്ങ് ഒഴിഞ്ഞ് അങ്ങനെ കുറച്ച് ദൂരെ മാറി നിന്നു. ഞാൻ തീരെ ഹൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് മുകളിലേക്ക് എത്തില്ല. തിരക്ക് വല്ലാണ്ട് വന്നു തുടങ്ങി നോക്കുമ്പോൾ എൻ്റെ തോളത്താണെങ്കിൽ വലിയൊരു ബാഗും ഉണ്ടായിരുന്നു. അതിനകത്ത് വെക്കാനൊന്നും സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും വലിയ ബാഗൊന്നും ഇപ്പോൾ ആരും നമ്മൾ സീറ്റിലൊക്കെ ഇരിക്കുന്നവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യമായിരിക്കും. കാരണം അത്ര വെയിറ്റ് ഉണ്ടല്ലോ. പിന്നെ ലോങ് ആയിട്ട് പോരുന്നവരൊക്കെ അല്ലേ. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ കണ്ടക്ടർ എന്നെ വിളിച്ചിരുത്തിയിട്ട് കണ്ടക്ടറുടെ സീറ്റിലിരുത്തി പുള്ളിക്കാരൻ അങ്ങ് നിന്നു. അപ്പോൾ എനിക്ക് അങ്ങേരോട് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ബഹുമാനം തോന്നി കേട്ടോ. എന്നിട്ട് ആളെൻ്റെ അടുത്ത് ചോദിച്ചു, ഒറ്റയ്ക്കാണോ ഇത്രയും ദൂരം പോകണ്ടേ? പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ കുറേ നേരം നിന്നു. പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന അതായത് കണ്ടക്ടർ പിന്നെ കൂടെ വേറൊരാൾക്കും കൂടെ ഇരിക്കാനുള്ളൊരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് കുറേ നേരം സംസാരിച്ച് എൻ്റെ സ്റ്റോപ്പ് എത്തുന്നവരെ പുള്ളിക്കാരൻ നന്നായിട്ട് സംസാരിച്ചു, ഒരു ചേട്ടൻ്റെ പോലെ. എന്നിട്ട് എന്നെ കൊണ്ടുവരാൻ ആൾ വരുമോ, അല്ലെങ്കിൽ ഇരുട്ടായില്ലേ മോള് വിളിക്ക് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് വിളിപ്പിച്ച് ആളവിടെ എത്തിയെന്നുണ്ടത് ഉറപ്പ് വരുത്തി എന്നെ ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് പുള്ളിക്കാരനെ ഇങ്ങനെ നോക്കി. എന്നെ കൊണ്ടുവരാൻ ആൾ വന്നിട്ടില്ലേ എന്നുള്ളത് നോക്കി. എൻ്റെ അടുത്ത് നമ്പർ വാങ്ങിച്ചിട്ട് മോളവിടെ എത്തിയോ, ഹസ്ബൻഡ് വന്നോ അല്ലെങ്കിൽ ചേട്ടൻ വന്നോ എന്നൊക്കെ വിളിച്ച് ചോദിച്ച് അങ്ങനെ ഒരു റിലേഷൻ. എനിക്കിത് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി.